എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ചത്, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം എന്നിവ ചെറുതായി അരിഞ്ഞത്, സെലറി, സ്പ്രിംഗ് ഓണിയൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ രണ്ടും ചേർത്താലും കുഴപ്പമില്ല. മുട്ട, ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വരട്ടിയെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തൊന്ന് വരട്ടിയെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇളക്കിയെടുക്കട്ടെ. ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബും ചേർത്ത് വഴറ്റി അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് വഴറ്റുക. അടുപ്പ് എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പച്ചക്കറികളെല്ലാം ഉപ്പും ചേർത്ത് വഴഞ്ഞു വരുമ്പോൾ അതെല്ലാം ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അല്പം ഓയിലും കൂടി ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്തൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഗ്രീൻ ചില്ലി സോസ് എന്നിവ ചേർത്ത് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് സ്പ്രിംഗ് ഓണിയനും സെലറിയും ചേർക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.